ഹലോ ഗൈസ്, ഞാൻ അബി. ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയാനാണ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നാളെയാണ് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. നാളെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇവ എന്തിനാണ് ഇത്രയും മുടിയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒന്നിങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൺ ഉണ്ട്, കാണിച്ചു തരാം. ഇത് എൻ്റെ ഒറിജിനൽ മുടിയല്ല, ഇതാണ് എൻ്റെ കോലം. പക്ഷേ കുറച്ച് നേരം വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ തലയിൽ നല്ല രീതിയിൽ സെറ്റിംഗ് ഉണ്ടാകുന്നുണ്ട്. ഇത് വെച്ച് മടുത്തു. ഞാൻ മടുത്തു. ഞാൻ അറിയുന്നവരോട് എല്ലാവരുടെയും പറയാറുണ്ട്, ഇനി മുതൽ ഈ സാധനത്തിൻ്റെ ആവശ്യകതയില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യകത ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല. കാര്യമായിട്ട് പറയാം, ഇതിട്ട് നമുക്ക് ജോലി ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വിയർത്ത് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കി നമുക്ക് പല പല അസ്വസ്ഥതകളുണ്ടാകും. അതുകൊണ്ട് ഈ സാധനം ഇനി മുതൽ വേണ്ട. കാരണം ഇന്നിപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. പുതിയ പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. പഴയ പോലെയല്ല, ഹെയർ ലൈനൊക്കെ പക്കയാണ്, പെർഫെക്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം നാളെ ഇപ്പം നിങ്ങൾ എൻ്റെ കോലം കാണുന്നില്ലായിരിക്കാം. ഇതാണ് എൻ്റെ കോലം. ബാക്ക് സൈഡ് കാണുന്നത് എൻ്റെ 7th ഗ്രേഡാണ്. എല്ലായിടവും ഇവിടെ വരെ കയറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എന്തായാലും ഒരു 3500 ഗ്രാഫ്റ്റോളം നാളെ വെക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഡേ ബൈ ഡേ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഈ സാധനം വെച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ വർക്ക് ഒരു സിനിമ നടന്ന സെലിബ്രിറ്റീസിനൊക്കെ അത് പറ്റും, എന്തായാലും പറ്റും. കാരണം അവർക്ക് ടച്ചപ്പ് ചെയ്യാൻ ആളുണ്ട്, കൂടെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ വിഗ് മാറ്റി ഊരി വയ്ക്കാനൊക്കെ അവർക്ക് എളുപ്പമായിരിക്കും. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പാടാണ്. ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പോൺ വഴിയേ ഉള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. അത് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ. സയൻറ്റിഫിക്കലി ഒരിക്കലും പ്രൂവ് അല്ല. ഈ ഓയിലൊന്നും ഉപയോഗിച്ച് നമുക്ക് മുടി നല്ല രീതിയിൽ മുടി വളർന്ന് അങ്ങനെ ഒരിക്കലും കിട്ടില്ല. പിന്നെ മിനോക്സിഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷേ അത് നിർത്തി കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ ഞാൻ വരാം. അതിലേക്ക് ഞാൻ വിശദമായിട്ട് മിനോക്സിഡിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാം. മുടി പോയ ഒരു വിഷമം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ചിലർ പറയും മുടി പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് അത് പോയി കഴിഞ്ഞാൽ സുഖമായിട്ടൊക്കെ പറ്റും. പക്ഷെ അല്ല, നമുക്ക് കോൺഫിഡൻസ് ഉറപ്പായിട്ടും കുറഞ്ഞിരിക്കും. മൊത്തം മുടി എന്നിട്ട് കൊഴിഞ്ഞപ്പോൾ അതിൻ്റേതായ കോൺഫിഡൻസ് കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പലർക്കും ഉണ്ടാവാം. പക്ഷേ അതിനൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടിൽ തന്നെ അടിപൊളി. പക്ഷേ മെയിൻ ഡോക്ടേഴ്സിനെ കൊണ്ട് ചെയ്യാം. ഹെയർ ഡ്രില്ലാണ് നാളെ പോയി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത് നല്ലൊരു സർജനാണ് ചെയ്യാൻ പോകുന്നത്. സർജനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക, അത്രേ പറയുന്നുള്ളൂ. ക്ലിനിക്കിലുള്ള സ്റ്റാഫുകളെ കൊണ്ട് ഒരിക്കലും ചെയ്യിപ്പിക്കരുത്. ഈ ഒരു സംഭവം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സർജന്മാർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ കേസിൽ നല്ലൊരു എക്സ്പെർട്ടായിട്ടുള്ള ഒരു സർജനാണ് എൻ്റെ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ ഡെയിലി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും. എന്ത് ചെയ്യണം, എന്താണ് മെയിൻ സൊല്യൂഷൻ, എന്താണെന്നുള്ള കാര്യങ്ങൾ ഇനി വരും വീഡിയോകളിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങളിത് നോക്കി വെച്ചോളൂ. എന്തായാലും 3-4 മാസത്തേക്ക് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. 6 മാസം കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. 1 ഇയർ കഴിയുമ്പോൾ പക്ക റിസൾട്ടായിരിക്കും. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം കൂടി, നാളെ മുതൽ യവൻ എൻ്റെ കൂടെ ഇല്ല. ഞാൻ അവനെ ഉപേക്ഷിക്കുന്നു. ഇത്രയും നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി മുതൽ, കാരണം ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നാളെ മുതൽ യവൻ എൻ്റെ കൂടെ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതിനോട് ഇന്നു മുതൽ വിട പറയുകയാണ്. അപ്പോൾ പറഞ്ഞു നിർത്തുന്നു. സൈനിങ് ഓഫ്, അബി.